ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഒരു രാമായണ കാലവും ഈ ശബ്ദം കേൾക്കാതെ പൂർത്തിയാകാറില്ല. 30-31 ദിവസം മുരളി ജീവനുണ്ട് ശരിക്കും. ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ലാഭം എന്നുള്ളത് ചിന്തിച്ചിട്ടേ ഇല്ല. അമ്മ രാമായണം വായിക്കുന്നത് കേട്ടിട്ടുള്ള പരിചയമാണ് രാമായണത്തിന് എനിക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി തന്നത്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. അതിൻ്റെ കഥ എന്താണ്, അതിൻ്റെ തത്വം എന്താണ് എന്നുള്ളത് വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും രാമായണം വായിച്ചാൽ. ഇതിപ്പോ ഇത്രയും കാലം പിന്നിട്ടിട്ടും ആ രാമായണം അന്ന് പാരായണം ചെയ്തതിന്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ല. എന്നെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് എൻ്റെ ഈ നാടും പുറനാട്ടുകര ആശ്രമം സ്കൂളുമാണ്. ഒരു കാസറ്റിൽ നമ്മൾ സാധാരണ ഒരു പ്ലെയറിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അന്നത്തെ കാലം, അങ്ങനെയാണ്. പിന്നീട് ഞാനത് മ്യൂസിക് സോൺ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് CD റൈറ്റ് എനിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നു. അതൊരു നഷ്ടമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നില്ല. ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. നമസ്തേ. ഒരു രാമായണ കാലവും ഈ ശബ്ദം കേൾക്കാതെ പൂർത്തിയാകാറില്ല. കാരണം അത്രമേൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ശബ്ദത്തിനുടമയാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, ശ്രീ മുരളി കുട്ടനാട്ടുകര. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാമായണ മാസമായി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുമ്പോൾ വീട്ടിൽ സ്ഥിരമായി ഞാൻ കേട്ടിരുന്നത് ചേട്ടൻ പാടിയ രാമായണ പാരായണമാണ്. അത്രമേൽ എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ഒരുപാട് പേരുടെ മനസ്സിൽ പതിഞ്ഞ ഒരു രീതിയാണ്, പതിഞ്ഞൊരു ശബ്ദമാണ്. എത്ര രാമായണ പാരായണങ്ങൾ കേട്ടാലും ചേട്ടൻ പാടിയത് കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുവരവ്? ചെറുപ്പത്തിലുള്ള എൻ്റെ അമ്മ രാമായണം വായിക്കുന്നത് കേട്ടിട്ടുള്ള പരിചയമാണ് രാമായണത്തിന് എനിക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ വളർന്ന സാഹചര്യം, പ്രത്യേകിച്ച് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സംസ്കൃതത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു ഒരു വിദ്യാലയമാണ് അത്. സംസ്കൃതോത്സവങ്ങളിലൊക്കെ എന്നെ പങ്കെടുപ്പിക്കാൻ അവിടുത്തെ അധ്യാപകർ, പരമേശ്വരൻ മാഷ് പോലുള്ള അധ്യാപകരും അശോക് മാഷ് ഒക്കെയുള്ള അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധ. അപ്പോൾ എന്നെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് എൻ്റെ ഈ നാടും അതുപോലെ തന്നെ പുറനാട്ടുകര ആശ്രമം സ്കൂളുമാണ്. ഞാൻ എപ്പോഴും പറയുക, ഞാനിന്ന് എനിക്ക് എന്തെങ്കിലും നല്ല ഗുണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറനാട്ടുകര ആശ്രമം സ്കൂളിൽ പഠിച്ചു എന്നുള്ളതിൻ്റെ ഗുണമാണെന്ന് പറയും. അപ്പോൾ ആ ഒരു പാരമ്പര്യം, പ്രത്യേകിച്ച് ഇപ്പോൾ അമ്മ വായിക്കുന്ന കേട്ടിട്ടുള്ള ഒരു പരിചയം, അവിടെ നിന്നാണ് വായന വന്നിട്ടുള്ളത്. വായിക്കാൻ കാരണമുണ്ടായത് ഒരു യാദൃച്ഛികമായിട്ടാണ്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഒരു മോഹനേട്ടനുണ്ട്, ചെമ്പൂക്കാവിലാണ് അദ്ദേഹം. ഞങ്ങൾ പരിചയം, എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിട്ടുള്ള രഞ്ജിത്തിൻ്റെ സുഹൃത്ത്. അങ്ങനെയാണ് ഞങ്ങൾ സൗഹൃദമാവുന്നത്. മോഹനൻ ചേട്ടൻ്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് കുറച്ച് രാമായണം വായിച്ചു തരാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു കാസറ്റിൽ നമ്മൾ സാധാരണ ഒരു പ്ലെയറിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കുറച്ച് ഭാഗം. അപ്പോൾ അത് കേട്ടിട്ട് അത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റുഡിയോ ബുക്ക് ചെയ്തിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ച്. അപ്പോൾ അതിന് ഇത്തിരി ഗൗരവത്തിൽ ചെയ്യണമല്ലോ. അപ്പോൾ പുറനാട്ടുകര അന്ന് ഇപ്പോൾ കേന്ദ്ര സംസ്കൃത സർവകലാശാല എന്നറിയപ്പെടുന്ന കേന്ദ്രീയ സംസ്കൃത വിദ്യാപീഠം ഉണ്ട്. അപ്പോൾ അവിടെ കേശവൻ മാഷ്, ഡോക്ടർ KP കേശവൻ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെ പണ്ഡിതനായിട്ടുള്ള, എൻ്റെ വളരെ അഭ്യുദയകാംക്ഷിയായിട്ടുള്ള ഒരു മാഷാണ്. അപ്പോൾ മാഷെ ഞാൻ ഇതിൻ്റെ ഒരു വിലയിരുത്തലിനായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടു. മാഷ് അത് ശരിക്ക് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എന്നെക്കൊണ്ട് രാമായണം പൂർത്തിയാക്കുന്നതിൽ മാഷാണ് പിന്നെ ശ്രദ്ധിച്ചത്. അപ്പോൾ അങ്ങനെ മോഹനേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ ഓഡിയോ പാർക്ക് സ്റ്റുഡിയോയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ 2 കാസറ്റിലേക്കുള്ള ഭാഗമാണ് ആദ്യത്തെ വർഷം നമ്മൾ ചെയ്തത്. അപ്പോൾ ബാലകാണ്ഡം പൂർണ്ണമായിരുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അന്നത്തെ കാലം, അങ്ങനെയാണ്. അപ്പോൾ
പിന്നീട് പിന്നത്തെ വർഷമാകുമ്പോഴേക്കും ആളുകൾ ചോദിച്ചു അതിൻ്റെ ബാക്കി എവിടെ എന്ന് ചോദിച്ചു. കാരണം ഇത് ഈ ഓഡിയോ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഈ മോനേട്ടനും എൻ്റെ ചെമ്പൂക്കാവുള്ള സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു ഇത് നമുക്ക് കുറച്ച് കാസറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് കാസറ്റ്, ഒരു 100-200 കാസറ്റ് ഇവരുടെ റിയാൻ സ്റ്റുഡിയോയിലാണ് ചെയ്തത്. പക്ഷേ ആ എടുത്ത കാസറ്റ് മുഴുവൻ അപ്പം തന്നെ ചിലവാകുകയും പിന്നെ കാസറ്റ് ചെയ്തു, പക്ഷെ അത് എനിക്ക് ബാധ്യതയാവുകയും ചെയ്തു. ലോൺ എടുത്തിട്ടാണ് എന്നൊക്കെ ഞാൻ പിന്നെ ഒരു 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ ഒരു ചിലവ് വന്നു. അതിൽ ലോൺ എടുത്ത് പിന്നീട് ഞാനത് മ്യൂസിക് സോൺ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് പിന്നെ ഇതിൻ്റെ CD റൈറ്റ് എനിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ വന്നു. പക്ഷെ എന്നാലും അതൊരു നഷ്ടമായിട്ട് എനിക്കിപ്പോഴും തോന്നില്ല. ഞാൻ എന്താ വെച്ചാൽ അത് അന്നത്തെ ആ ഒരു പ്രായത്തിൽ ചെയ്യാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തത് എന്ന് വിചാരിക്കണം. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള അത്രയും പുസ്തകങ്ങളൊന്നും അന്ന് രാമായണം സംബന്ധിച്ച് 99 കഴിഞ്ഞിട്ടുണ്ട്. 2000 തൊട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. 2001 പിന്നെ CD MP3 CD എന്നുള്ള കൺസെപ്റ്റ് വന്നു. അപ്പോഴാണ് ഒരു ധൈര്യമായത്. മറ്റേത് ഒരു 20-21 കാസറ്റ്സ് വേണം. അപ്പോൾ അത് വലിയൊരു തുകയാവും അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് MP3 എന്ന് പറയുന്നത്. MP3യിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി ധൈര്യമായി. അപ്പോൾ ഫുൾ റെക്കോർഡ് 3 വർഷം കൊണ്ട് നമ്മൾ അത് പൂർണ്ണമാക്കിയത്. കുറേ ഭാഗത്ത് നമ്മളുടെ അമ്മ തന്നെയാണ്. ഈ കേശവ മാഷ് അതിൻ്റെ ഇടയിൽ ജയ്പൂർ പോയ സമയത്ത് അമ്മയാണ് സഹായിച്ചത്. അമ്മയുടെ ഒരു കേൾക്കാനുണ്ടായിരുന്നു. അതാണ് അങ്ങനെയാണ് അപ്പോൾ ഇതിലേക്കുള്ളൊരു കടന്നുവരവ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അമ്പലങ്ങളിൽ നിന്നാണെങ്കിലും എവിടെ പോയാലും കേൾക്കാൻ പറ്റിയിരുന്ന ഒരു ശബ്ദം തന്നെയാണ്. അത് മറ്റ് പാരായണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് എന്താണ് എന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? കാരണം നമ്മൾ ഒരുപാട് പേര് രാമായണം പാരായണം ചെയ്തിരിക്കുന്നത് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെയും നമുക്കത് കേൾക്കാൻ സാധിക്കും. പക്ഷെ അതിൽ നിന്ന് മുരളിച്ചേട്ടനെ എന്തായിരിക്കും മാറ്റിയിട്ടുണ്ടാവുക? ഒന്ന്, ഞാൻ ഊന്നിയ ഒരു കാര്യം, അത് ഞാൻ കവിത ചൊല്ലുകയാണെങ്കിലും അങ്ങനെയാണ്. സാഹിത്യം കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും. എന്താണ് നമ്മൾ രാമായണം വായിച്ചാൽ അതിൻ്റെ കഥ എന്താണ്, അതിൻ്റെ തത്വം എന്താണ് എന്നുള്ളത് വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും രാമായണം വായിച്ചാൽ. അപ്പോൾ അത് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാവണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പദങ്ങൾ ശരിക്കും അന്വയിച്ച് അർത്ഥം പറയാവുന്ന രീതിയിൽ അന്വയിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പദങ്ങൾ വേണ്ടിടത്തു നിന്ന് പിരിച്ച് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് ഊന്നിയത്. പിന്നെ അക്ഷരസ്ഫുടത, അതും എനിക്ക് കിട്ടിയിട്ടുള്ളത് അമ്മയുടെയും ഈ സ്കൂളിൻ്റെയും ഗുണം കൊണ്ട് തന്നെ. അമ്മ നന്നായിട്ട് സ്ഫുടതയോട് കൂടിയിട്ടാണ് ചെറുപ്പത്തിൽ തന്നെ മലയാളം പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അക്ഷരസ്ഫുടത, പദങ്ങൾ പിരിക്കുന്നത്, അർത്ഥം നമുക്ക് ആദ്യം മനസ്സിലാവുക. അതെപ്പോഴും കേശവ മാഷും എന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അതാണ്. മുരളിക്ക് ബോധ്യത്തിൽ വേണം ചൊല്ലാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ശ്രദ്ധയോട് കൂടിയിട്ട് പിന്നെ 100% ഞാൻ അതിൽ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ആത്മാർത്ഥത ഫലം കണ്ടത് തന്നെയാണ്. അതെ, ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ലാഭം എന്നുള്ളത് ചിന്തിച്ചിട്ടേ ഇല്ല. അത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു ഭാഗ്യം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ധന്യത എന്ന് പറയുന്നത് ഞാൻ അതാണ് കാണുന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു ഈ CD റെക്കോർഡ് ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ? 21-23 വയസ്സിലാണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിലേക്ക് വീണ്ടും നോക്കുമ്പോൾ? അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയമാണ്. കാരണം അന്ന് നമ്മൾ ഒരു 2.5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശരിക്കും ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാവുന്നൊരു തുകയാണ്. അത് ഞാനെടുത്ത് ചെയ്തു. ഇന്ന് പക്ഷേ അത്ര തുക വരില്ല. ഇന്ന് ടെക്നോളജി മാറിക്കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോ റെൻ്റൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് അന്നത്തെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് ശരിക്കും കൂടുതലാണ്. ഇത്രയും വലിയ പ്രൊഡക്ഷനാണ് നമ്മളുടെ. പിന്നെ ഇതിൽ ഓരോന്നും ഈ ടെക്സ്റ്റിന് നമുക്ക് ഒരിക്കലും വേറെ പുസ്തകം റെഫറൻസൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ കിട്ടാവുന്ന പരമാവധി റെഫറൻസ് നോക്കി സമയം കുറേ എടുത്ത് അങ്ങനെ ഒരു ഹോംവർക്ക് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പെട്ടെന്ന് ഇത് ചൊല്ലി കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് ഇത് വെറുതെ ഇരുന്ന് ചൊല്ലണ ഇതാണ് ഒരു തോന്നൽ വരിക. പക്ഷേ ആ ചൊല്ലലിലേക്ക് വരുന്നതിന് നമ്മൾ കുറേയധികം ഹോംവർക്ക്, പ്രത്യേകിച്ചും ഈ പല പുസ്തകങ്ങളിലും വരികൾ, അടുക്കുകൾ പോലും വിട്ടുപോയിട്ടുണ്ട്. പല രാമായണങ്ങളും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ പാഠഭേദങ്ങൾ കാണാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സ്വീകാര്യമായിട്ടുള്ള സന്ദർഭോചിതമായിട്ടുള്ള പാഠങ്ങളാണ്
അന്നേ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാലും ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ മനുഷ്യ സഹജമായിട്ടും പിന്നെ എൻ്റെ പ്രായക്കുറവ് കൊണ്ടും സംഭവിച്ചിട്ടുണ്ടാവും. അത് പക്ഷേ സഹൃദയരും പണ്ഡിതന്മാരും പുറത്തു തരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ ചില കാര്യങ്ങളൊന്നും എത്ര ചെയ്താലും കുറച്ചുകൂടി നന്നായി ചെയ്യണം, കുറച്ചുകൂടി നന്നായി ആ തോട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് എന്ത് ചെയ്യുമ്പോഴും. ആ ഒരു ചിന്ത വന്നിട്ടില്ലേ? എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും എനിക്കൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ 100% തൃപ്തി എന്ന് പറയുന്നത് ഒന്നും കൂടി നന്നാക്കായിരുന്നു എന്ന് തന്നെയാണ് എപ്പോഴും തോന്നുന്നത്. കാരണം എൻ്റെ ഉള്ളിലൊരു ചെറിയ കുട്ടി ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഭയം ഞാനൊരു സ്റ്റേജിൽ പുതിയതായിട്ടൊരു കവിത ചൊല്ലുകയാണെങ്കിൽ പോലും എനിക്കുണ്ടാവാറുണ്ട്. അത് പക്ഷെ നല്ലതായിട്ടും ഞാൻ വിചാരിക്കുന്നു, പക്ഷെ ഒരു പരിധിവരെ ചിലപ്പോൾ ഒരു ന്യൂനതയായിട്ടും കാണുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒരു കുട്ടിത്തം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് കൗതുകം ഉണ്ടാവുക, പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവുക. എനിക്ക് ഇഷ്ടമാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അതാണ് ഈ ഇത്രയും വലിയ ടെക്സ്റ്റുകൾ ഞാൻ തിരഞ്ഞെടുക്കാൻ ഭഗവത്ഗീതയും അതുകൊണ്ടാണ് ഭഗവത്ഗീതയും സമ്പൂർണ്ണമായിട്ട് അങ്ങനെ വലിയ ടെക്സ്റ്റുകൾ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ സമയം അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ചെയ്ത അല്ലെങ്കിൽ തുടങ്ങി വെച്ചതാണ്. പിന്നീട് ഇത് ഒരുപാട് നാട്ടുകാരിലേക്ക് എത്തിയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം മൊത്തത്തിൽ അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ ഇത് എത്തിത്തുടങ്ങി ഇത് എപ്പോഴാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്? അത് ആദ്യം നമ്മുടെ പുറനാട്ടുകര സ്കൂളിലാണ് റിലീസ് ചെയ്തത്, കാസറ്റ് റിലീസ്. അതും ഒരു നീല വെള്ളയൊക്കെ കളറിലുള്ള ഒരു കവറാണ് ആദ്യം അടിച്ചത്. പിന്നെ അത് മൾട്ടി കളറിലുള്ള കവർ അടിച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ 3 CDസിൻ്റെ CD പാക്കായിട്ട് വന്നു. ആ ഓരോ സ്റ്റേജിലും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഈ CD കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ശക്രാനന്ദ സ്വാമിജി അത് പറഞ്ഞു, ഇത് ഇനി പുറനാട്ടുകര മാത്രം പോരാ, നമുക്ക് തൃശ്ശൂർ തന്നെ അതിൻ്റെ റിലീസ് വെക്കണം. ശക്രാനന്ദ സ്വാമിജിയുടെ പേരിലാണ് ഞങ്ങളുടെ ഈ വീട്ടിലേക്കുള്ള വഴി, റോഡ് പോലും അറിയപ്പെടുന്നത്. അപ്പോൾ ശക്രാനന്ദ സ്വാമി വിടാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അത്രയും അടുപ്പുള്ള ഗുരുക്കന്മാരാണ്. അതാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു ഇതിൻ്റെ റിലീസ് നമുക്ക് പാറമേക്കാവിൽ വെക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് കുറച്ച് കോപ്പീസ് അടിക്കാൻ പൈസ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഭാരതീയ വിദ്യാഭവനിലെ സെക്രട്ടറി ആയിരുന്ന ഉണ്ണി സാറ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വേണു സാറ്, ഇവർ രണ്ടുപേരും അവിടെ വെച്ചിട്ട് ഈ രാമായണം കേട്ടപ്പോഴാണ് കുറച്ച് കോപ്പീസ് അടിച്ചിരുന്നത്. എന്താ മുരളിക്ക് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ണിസാറിൻ്റെ ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ കനറ ബാങ്കിൽ നിന്ന് എനിക്ക് അദ്ദേഹം ഗ്യാരണ്ടറായിട്ട് നിന്നിട്ടാണ് എനിക്ക് ലോൺ കിട്ടിയത്. കനറ ബാങ്കിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തത്. അതും ഒരു കണ്ടീഷൻ, ഞാനായിട്ട് പൈസ മേടിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഒക്കെ അവിടേക്ക് റിയാൻ സ്റ്റുഡിയോയിലേക്കുള്ള പൈസ അങ്ങനെ നേരിട്ട് തന്നെ, ക്യാഷ് ഡീലിങ്സിലൊന്നും ഞാൻ ഇടപെടാറില്ല. കാരണം ഈ ക്യാഷും ഞാനും തമ്മിൽ ബന്ധം വേണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പല സ്ഥലങ്ങളിൽ ആരോടും ഞാൻ ഈ CD ഒന്ന് വാങ്ങുമോ എന്ന് ചോദിച്ചിട്ടില്ല. ആവശ്യപ്പെട്ടവർക്ക് കൊടുത്ത് അതിന് വളരെ ന്യായമായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങി ഞാൻ അതിൻ്റെ എല്ലാ കടവും വീട്ടിയിട്ടുണ്ട്. ഈ കാലം കഴിയും തോറും വീര്യം കൂടും എന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോൾ ഇത്രയും കാലം പിന്നിട്ടിട്ടും ആ രാമായണം അന്ന് പാരായണം ചെയ്തതിൻ്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ല. ഇന്നും അതും പല അമ്പലങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും വീടുകളിലേക്ക് പോകുമ്പോഴാണെങ്കിലും കർക്കിടക മാസം നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇന്നും അന്ന് റെക്കോർഡ് ചെയ്ത CD-യുടെ അതേ സൗണ്ടിൽ കേൾക്കുമ്പോഴൊക്കെ എന്താണ് തോന്നാറുള്ളത്? അല്ല, സത്യം എൻ്റെ എത്രയോ ചെറുപ്പത്തിലാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്കത് കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ എല്ലാവരും ഓർക്കുകയാണ്. എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് വേണ്ടി എത്രയോ പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയോ പേര് ചെയ്ത പുണ്യമാണ് സത്യത്തിൽ ഞാൻ മൂലം ഒരു സാഫല്യത്തിലെത്തിയത് എന്നുള്ള ഒരു വലിയൊരു സന്തോഷം അത് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഒരു കർക്കിടക മാസത്തിൽ ഞാൻ ലൈവാണെന്ന് പറയാം. ഒരു 30-31 ദിവസം മുരളി ജീവനുണ്ട് ശരിക്കും. ശബ്ദം എല്ലായിടത്തും കേൾക്കാം. അത് വളരെ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക്. കാരണം ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നിട്ടും ചിലപ്പോൾ ഞാൻ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുക പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അധ്യാപകരൊക്കെ ചിലപ്പോൾ അവർ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, ചിലപ്പോൾ കണ്ണൂർ പോയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്ത് പോയിട്ടോ, ഇപ്പോൾ മൂകാംബിക പോയിട്ട് വരെ അവിടെ വെച്ചിട്ട് അവിടെ എൻ്റെ ശബ്ദം കേട്ടിട്ട് ഇതാ ഇവിടെ മുരളിയുടെ ശബ്ദമുണ്ട്, അല്ലെങ്കിൽ സിംഗപ്പൂർ, അമേരിക്കയിൽ,
ഒക്കെ ഉള്ളവർ അവിടെ നിന്ന് ചിലപ്പോൾ എൻ്റെ നാട്ടിലുള്ളവരാവും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ നാട്ടിലുള്ളവരാവും. അവർ നാട്ടിൽ വെച്ചിട്ട് എന്നോട് വലിയ ബന്ധമില്ല. പക്ഷേ ഈ രാമായണം കേട്ടതിന് ശേഷം അവർക്ക് എന്നോടുണ്ടാവുന്ന കൂടുതൽ അടുപ്പവും സ്നേഹം, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എല്ലാവർക്കും എന്നെ അത്ര ഇഷ്ടമാണ്. അമ്മയുടെ വീട്ടിലായാലും അമ്മയുടെ നാട്ടിലുള്ളവർക്കായാലും എന്നെ അത്ര ഇഷ്ടമാണ്. ഞാൻ പഠിച്ച സ്കൂളിലായാലും ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും ഒക്കെ എന്നോടുള്ളൊരു ഇഷ്ടത്തിൻ്റെ ഒരു പ്രധാന കാരണവും ഈ രാമായണം തന്നെയാണ്. അപ്പോൾ അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശബ്ദമാണ് എല്ലാവർക്കും പരിചിതം, ഇതാണ് മുഖം എന്നറിയുന്നവർ കുറവായിരിക്കും. അങ്ങനെ തിരിച്ചറിയുന്നവരുണ്ടോ? അല്ലെങ്കിൽ ആരുടെ അടുത്ത് ഞാനാണ് ഈ പാട്ട് ഇത് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഞാനാണ് പാടിയത്, ഞാനാണ് പാരായണം ചെയ്തത് എന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. പലപ്പോഴും ഞാൻ മറഞ്ഞു നിൽക്കാറാണ് പതിവ്. ഞാൻ ഫോട്ടോ സെഷനിൽ പോലും ഞാൻ, എന്നാൽ കാവ്യരസമാതിരി പോലുള്ള പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കെൻ്റെ ഈ ശബ്ദം അതുകൊണ്ട് കുറച്ച് എന്നാലാവും വിധമുള്ള കുറേ അധികം കോൺട്രിബ്യൂഷൻസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നല്ലത് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, അതൊരു വലിയ ധന്യത തന്നെയാണ്. പക്ഷേ ഒരു വലിയൊരു ഫെയിം എന്നുള്ളതിനേക്കാൾ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ അപ്പോൾ എൻ്റെ ശബ്ദം തിരിച്ചറിയും. കണ്ണ് കാണാത്തവർക്ക് പോലും എൻ്റെ ശബ്ദം കേട്ടിട്ട്, നമ്മുടെ ഇവിടെ പട്ടിക്കാട് ഭാഗത്ത് ഒരു കണ്ണ് കാണാത്തവർക്ക് ഒരു നെയ്ത്ത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊരിക്കൽ ഗുരുവായൂർ ദേവസ്വത്തിൽ ഞങ്ങളുടെ ഓഫീസിലൊരു കസേര നെയ്യുന്നതിനായിട്ട് അവർ വന്ന് ലിഫ്റ്റിൽ ഞങ്ങൾ ഒരുമിച്ച് കയറി. ലിഫ്റ്റിൽ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ സാറിൻ്റെ ശബ്ദം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, മുരളി പുറനാട്ടുകാരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതുപോലെ ട്രെയിനിൽ വെച്ചിട്ട് ഒരു മോഹനൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ബോംബെയിലുണ്ടായിരുന്ന അദ്ദേഹം എന്നോട് എടുത്തു ചോദിച്ചു മുരളി പുറനാട്ടുകാരിയാണോ, ശബ്ദം കേട്ടിട്ട് ചോദിച്ചു. അപ്പോൾ അത് അങ്ങനെ അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. ശരിക്കും മുഖം എന്നുള്ളതിനേക്കാൾ എൻ്റെ ശബ്ദം കൊണ്ട് ഇനിയും ഞാൻ ആഗ്രഹിച്ചു. നാരായണീയം, ജ്ഞാനപ്പാന, എഴുത്തച്ഛൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് അത് മലയാള സർവകലാശാലയ്ക്കൊക്കെ ഒരു പ്രോജക്റ്റൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ടോ നമുക്ക് പലപ്പോഴും അത് സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. സ്വീകരിക്കപ്പെടട്ടെ എന്നുള്ളതാണ്.